IMA പ്രതിനിധി ഡോക്ടർ സുൽഫി നൂഹ് ചേരുന്നുണ്ട്. ശ്രീ സുൽഫി നൂഹ്, ഇവിടെ ആലപ്പുഴ ആശുപത്രിയാണ്. നമ്മൾ ഈ വിഷയത്തിൽ നേരത്തെയും സംസാരിച്ചിട്ടുള്ളതാണ്. ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിയിലാണ് ഈ സംഭവം. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിക്കുന്നു. അതിനുശേഷം അതേ പ്രശ്നം ആവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മറ്റൊരാൾക്ക് ഹൃദയാഘാതം വരുന്നു, ഗുരുതരാവസ്ഥയിലാകുന്നു. ഇതുവരെ ഇതിലൊരു നടപടിയോ ഇല്ലെങ്കിൽ ഇത്രയും പോലും ആളുകളുടെ ജീവന് വില കൽപ്പിക്കാത്ത ഡോക്ടർമാരുണ്ടായിട്ട് അതിലൊരു നടപടിയോ അന്വേഷണമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. ഒരു ജീവൻ നഷ്ടമായിട്ട് പോലും അതിലാരും ശ്രദ്ധിക്കുന്നില്ല. സംഘടനയ്ക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും? ഈ ആശുപത്രിയിലെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു മരണങ്ങൾ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ, എന്താണ് അതിന്റെ കാര്യം, എന്താണ് അതിന്റെ കോസ്, മരണത്തിന്റെ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു രോഗി മരിക്കുമ്പോൾ അല്ലെങ്കിൽ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ഇമോഷണലായിട്ട് നമ്മൾ ആ കാര്യത്തെ കാണുകയും ആ കാര്യത്തിന് വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള താമസം ഉണ്ടാവുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുവരികയാണ്. ഈ പെർട്ടിക്കുലർ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ചികിത്സ ഒരു ഡോക്ടറും ഏതെങ്കിലും ഒരു രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ. ശരി, ചികിത്സയിലെ പിഴവ് ഞാനൊന്ന് ഇടപെടുകയാണ്. ചികിത്സയിലെ പിഴവ് നമുക്ക് മനസ്സിലാക്കാം. ചികിത്സയിൽ അവരുടെ ആരോഗ്യസ്ഥിതി എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം, അതിരിക്കട്ടെ. പക്ഷേ സർക്കാർ ആശുപത്രിയിൽ സൗജന്യമായി നടത്തുന്ന ശസ്ത്രക്രിയയിൽ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ 2000 രൂപയാണ് കൈക്കൂലി വാങ്ങിയത്. അതിനെ എങ്ങനെ ന്യായീകരിക്കും? ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പാരിതോഷികം വാങ്ങുകയോ അല്ലെങ്കിൽ കൈക്കൂലിയോ മറ്റു കാര്യങ്ങളോ സഹായമോ ആവശ്യപ്പെടുകയോ അത് വാങ്ങുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. അത് മുൻകാലങ്ങളിലും എല്ലാ കാര്യവുമുള്ള നിലപാട് തന്നെയാണ്. അത്തരം അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളെ ശക്തമായിട്ട് അന്വേഷിക്കുകയും നടപടികൾ സ്വീകരിക്കുകയും തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരാഴ്ചക്കിടെ ഇത്തരത്തിൽ 2 കേസ് ഉണ്ടാവുന്നത് ഏതെങ്കിലും താങ്കളുടെ അനുഭവത്തിൽ, താങ്കളുടെ ഇത്രയും കാലത്തുള്ള സർവീസിൽ മറ്റേതെങ്കിലും ആശുപത്രിയിൽ ഗുരുതരമായ ഈ വിഷയം ഒരാഴ്ചക്കിടെ 2 തവണ ഉണ്ടാകുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സമീപിക്കുന്ന സ്ഥലങ്ങൾ ഇല്ലെങ്കിൽ ആളുകൾ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ അതെന്തുകൊണ്ടാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത്? പോലീസോ ആരോഗ്യവകുപ്പോ കൃത്യമായ ഇതിലൊരു നടപടിയിലേക്ക് കടക്കാത്തത്? ഈ ആശുപത്രിയിൽ അതാണ് ഈ കാര്യത്തിലെ മരണം സംഭവിക്കാനുള്ള കാരണം എന്താണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നാം മനസ്സിലാക്കാതെ ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് തീർച്ചയായിട്ടും ശരിയായിരിക്കില്ല. പക്ഷെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു അടിസ്ഥാനപരമായ കാര്യമുണ്ട്. ചികിത്സയുടെ ഭാഗമായിട്ട് മെഡിക്കൽ ആക്സിഡന്റ്സ്, അതായത് ആശുപത്രി ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും നാം പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഒരു രോഗിയുടെ മരണത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റ് അസുഖങ്ങളിലേക്കോ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് സ്വാഭാവികമായ ഒരു ഔട്ട്കം ആയിട്ട് വരുന്ന പല സാഹചര്യങ്ങളും നിലവിലുണ്ട്. നാം രണ്ടിനെയും രണ്ടായിട്ട് കാണണം. ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഗുരുതരമായ ഒരു വീഴ്ച ഡോക്ടറുടെ ഭാഗത്തുനിന്നോ ചികിത്സിക്കുന്ന മറ്റു ആൾക്കാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നതും ഒരു മെഡിക്കൽ ആക്സിഡന്റും രണ്ടും അതായത് നമ്മൾ ഒരു മനഃപൂർവ്വം ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മളൊരു ആക്സിഡന്റ് മറ്റേതെങ്കിലും വാഹനത്തിലോ ആൾക്കാരെ ഇടിക്കുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അപകടങ്ങൾ ഉണ്ടാകുന്നതും രണ്ടാണ്. ഈ മെഡിക്കൽ രംഗത്തും അത്തരം ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത്തരം മരണമോ മറ്റു കാര്യങ്ങളോ സംഭവിക്കുന്നത് ചികിത്സാ രംഗത്തെ ചരിത്രത്തിൽ എല്ലാ കാലവും ഉള്ളതാണ്. അപ്പൊ അതിൽ എന്താണ് സംഭവിച്ചത്? ഒരു നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഗുരുതരമായ കൃത്യവിലോപം നടന്നിട്ടുണ്ട്. അല്ല, അത് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കാം. ഞാൻ അതിൽ ഡോക്ടർമാരെ പൂർണ്ണമായി കുറ്റപ്പെടുത്തിയല്ല സംസാരിക്കുന്നത്. അതിൽ പലതും സംഭവിക്കാൻ, രോഗിയുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മരണം സംഭവിക്കാം. അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ മരണത്തോട് മല്ലിടുന്ന ഒരു സ്ത്രീയോടാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. അതിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ആ ഒരു വിഷമം താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് രണ്ടാണ്. ഒരു അഴിമതി നടന്നിട്ടുണ്ട്. കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സംഘടന ഒരു കാലത്തും അത്തരം കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയോ അത്തരം ആക്ഷൻ എടുക്കുകയോ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പക്ഷെ മരണം എന്താണ്, അഴിമതി എന്താണ്, ശാസ്ത്രം എന്താണ്, ശാസ്ത്രത്തിലെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ആക്സിഡന്റ് രണ്ടായിട്ട് കാണണം എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന. ശരി, ഈ മരണം നടന്നു, രണ്ടാമത്തെ കേസ് ഇത്രയും ഗുരുതരാവസ്ഥയിൽ നിൽക്കുമ്പോൾ
പിന്നീട് വീണ്ടും എങ്ങനെ സാധിക്കുന്നു? അതെന്തൊരു കാര്യമാണ്? അത് എത്തിക്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ഡോക്ടറാണ് എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു ആശുപത്രിയിൽ പോകുന്നു, സർവീസ് ചെയ്യുന്നു എന്നുള്ളത് ഇത് സംഘടന ഇടപെടേണ്ടതല്ലേ? എല്ലാ സംഘടനകളും ഇടപെടേണ്ടതല്ലേ? ഇത് തിരുത്തപ്പെടേണ്ടതല്ലേ? കാലങ്ങളായി ഇത് തുടരുന്നു എന്ന് താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതല്ലോ. ചികിത്സയിലെ അപാകതയും ഒരു അഴിമതിയും തമ്മിൽ രണ്ടായിട്ട് കാണണം. അപ്പോൾ അഴിമതിപരമായ അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇത്തരം എത്തിക്സിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഘടന അന്വേഷിക്കാറുണ്ട്, അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഈ കാര്യത്തിലും അത്തരം വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഘടനയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ രണ്ടിനെയും രണ്ടായിട്ട്, അതായത് IMA ഇത് കൃത്യമായി അന്വേഷിക്കും. ഇത്തരത്തിലൊരു കൈക്കൂലി എന്ന ഗുരുതര ആരോപണം ഇവർ ഉന്നയിക്കുന്ന സാഹചര്യം താങ്കൾ അന്വേഷിക്കുമെന്നാണോ പറയുന്നത്? ഇത്തരം ആരോപണങ്ങളെ കുറിച്ചുള്ള പരാതികൾ എല്ലാ കാലവും അന്വേഷിക്കാറുണ്ട്. ഈ വിഷയത്തിലും എന്താണ് സംഭവിച്ചുള്ളത് തീർച്ചയായിട്ടും സംഘടന പരിശോധിക്കും. ശരി, വളരെ നന്ദി ശ്രീ ഡോക്ടർ സുൽഫി നൂഹ് പ്രതികരിച്ചതിന്.